ഹലോ മക്കളെ, എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സിഇടിയുടെ സ്കോർ കാർഡ് റിലീസായതും അതേപോലെ തന്നെ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫർദർ ചെയ്യാനുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ, അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സേഫ് സ്കോർ എത്രയായിരിക്കും. ഈ സേഫ് സ്കോർ നമ്മൾ പറയുന്നത് വെറുതെ ഒരു ഊഹം വെച്ച് പറയുന്നതല്ല. നമ്മൾ ഇത്ര ഡിലേ ആക്കി പറയുന്നത് തന്നെ എന്തുകൊണ്ടാണ്, നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്രയും ഡിലേ ആയത്. അപ്പൊ നമുക്ക് സിഇടിയുടെ സേഫ് സ്കോർ എങ്ങനെയാ നോക്കിയെന്നും കൂടെ ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാം. നമ്മുടെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് സിഇടി എന്ത് ചെയ്തിട്ടുണ്ട്, NTA അവരുടെ ഒരു പ്രസ് റിലീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രസ് റിലീസിൽ എത്ര കാൻഡിഡേറ്റ്സ് അപ്പിയർ ചെയ്തു, അതിൽ എത്ര പേര് എന്ത് ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, എത്ര പേര് എഴുതിയിട്ടുണ്ട് എന്നെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ മാക്സിമം സ്കോർ കിട്ടിയ കുട്ടികൾ എത്ര പേരാണെന്നൊക്കെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം 13 lakhs പ്ലസ് ആണ്. ഓക്കെ, 13 lakhs പ്ലസ് ആണ് എന്ത് ചെയ്തത്, രജിസ്റ്റർ ചെയ്തത്. പക്ഷെ ഇതിൽ അറ്റൻഡ് ചെയ്ത് 13 lakhs അറ്റൻഡ് ചെയ്തിട്ടില്ല, 11 lakhs സംതിങ് ആണ് എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്ര കുട്ടികൾ കഴിഞ്ഞ വർഷം ഇത്ര കുട്ടികളൊന്നും ഇല്ലായിരുന്നു. ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ കുട്ടികൾക്ക് ICRലൂടെ അഗ്രികൾച്ചർ കിട്ടാമെന്ന കാര്യവും അതല്ലാതെ സിഇടിയുടെ സ്കോപ്പുകളും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലായി കുറെ കുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ കുട്ടികളെല്ലാം എന്ത് ചെയ്തില്ല, സിഇടി വഴി നേടണമെന്നും ഇല്ല. എന്നാൽ കുറെ കുട്ടികൾ എന്ത് ചെയ്യും, നമ്മുടെ നീറ്റിന്റെ സ്കോർ വഴിയും, കൂടുതൽ ഭൂരിഭാഗം പേരും നീറ്റ് എഴുതിയിട്ടുണ്ടാവും, ആ സ്കോർ വഴിയും പോകുന്നതായിരിക്കും. അതായത് നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാറ്റഗറി വൈസ് നിങ്ങൾക്ക് ജനറലിൽ എത്ര പേരാണ്, EWSൽ എത്ര പേരാണ്, OBC NCL SC ST എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാറ്റഗറിയിൽ എത്ര കുട്ടികൾ എഴുതിയിട്ടുണ്ടെന്ന് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ മാക്സിമം വരുന്നത് നമ്മുടെ ഏത് തന്നെയാണ്, ജനറൽ കാറ്റഗറി തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പിന്നെ ഓരോ ജെൻഡറും കാര്യങ്ങളും ഇതൊക്കെ ഒന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ആവശ്യം വരുന്നില്ല. നമുക്ക് പിന്നീട് ആവശ്യം വരുന്നത് എന്താണ്, നമ്മുടെ സബ്ജക്ട്സിൽ എത്ര പേര് എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഇന്ന സബ്ജക്റ്റിൽ എത്ര പേര് എഴുതിയിട്ടുണ്ടെന്നാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കട്ട് ഓഫ് തീരുമാനിക്കുന്നത്. അപ്പോൾ കട്ട് ഓഫിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളുടെ ICR അഥവാ അഗ്രികൾച്ചർ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അഗ്രികൾച്ചറും അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെയാ, PCB ആൻഡ് അഗ്രികൾച്ചർ അല്ലേ. അപ്പം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആൻഡ് അഗ്രികൾച്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അഗ്രികൾച്ചറുടെ കാര്യം കാണാം. അഗ്രികൾച്ചർ 48,642 കുട്ടികൾ രജിസ്റ്റർ ചെയ്തെങ്കിൽ പോലും അറ്റൻഡ് ചെയ്തതാകെ 29,316 കുട്ടികളാണ്. അപ്പൊ ABC കോമ്പിനേഷനിൽ എഴുതിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് സേഫ് ആണ്. ഇത്തിരി കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. എന്തെന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. എന്നാൽ നമ്മുടെ ബയോളജിയിൽ പോകുമ്പോൾ ഇവിടെ കാണാം 3 lakhs ആണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, കുട്ടികൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കെമിസ്ട്രിയിൽ പോവുകയാണെങ്കിലും കുറവല്ല, 5 lakhs എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഫിസിക്സിൽ പോവുകയാണെങ്കിൽ ഓക്കെ, നമുക്കിവിടെ ഫിസിക്സിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 5 lakhs പ്ലസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഫിസിക്സിലും എഴുതിയിട്ടുണ്ട്. ആൻഡ് മാത്തമാറ്റിക്സിലും എന്ത് ചെയ്തിട്ടുണ്ട്, മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 3,89,000 എന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടികൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇത് വെച്ചിട്ട്, ഇത്ര കുട്ടികൾ എഴുതിയത് വെച്ചിട്ട് നമുക്കൊരു അനുമാനത്തിൽ എത്താൻ കഴിയുന്നത്, നമ്മുടെ അഗ്രികൾച്ചർ ICR രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളുടെ എണ്ണം ഓൾമോസ്റ്റ് 40 to 50K വരെ എന്ത് ചെയ്യാം, വരാം. ഓക്കെ, 40 to 45 ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാലും മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ നമുക്ക് പോവുകയാണെങ്കിൽ 50K വരെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികൾ ICR രജിസ്റ്റർ ചെയ്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അനുമാനിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കി കട്ട് ഓഫും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്യുന്ന, കറക്റ്റ് ഇന്ന കട്ട് ഓഫ് വരെ കയറും എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. എന്നാൽ ഒഫീഷ്യലായിട്ട് അവർ ഇതുവരെ ഇത്ര കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തതെന്ന് അവർ പറയുന്നില്ല. അപ്പൊ നമുക്ക് എന്താ പറയാൻ കഴിയുക, സേഫ് സ്കോർ ആണ് പറയാൻ കഴിയുക. ഈ സ്കോർ വരെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്കോർ വരെ വരുവാണെങ്കിൽ നിങ്ങൾ എന്താണ്, സേഫ് ആണ്. അതിന്റെ താഴോട്ടാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, കിട്ടാം. ഓക്കെ, ലാസ്റ്റ് റൗണ്ട് ഒക്കെ ആകുമ്പോൾ, മോപ്പപ്പ് ഒക്കെ ആകുമ്പോൾ കിട്ടാം. ഇത് ജസ്റ്റ് ഒരു സേഫ് സ്കോർ മാത്രമാണ്. ഇതിന് താഴെയാണ് നിങ്ങളുടെ സ്കോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതിന്റെ ഞാൻ പറയാൻ പോകുന്ന സ്കോറിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ വേറെ ഒരു ഓപ്ഷനും കൂടെ ജസ്റ്റ് സൈഡ് ബൈ സൈഡ് എന്ത് ചെയ്യാൻ നോക്കി വെച്ചേക്കുക. എന്നാൽ നിങ്ങളുടെ ഒരു വർഷം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കളയാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോളൂ എന്നിട്ട് കോഴ്സ്, നിങ്ങളുടെ എക്സാമിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അതല്ല വേറെ കോഴ്സുകൾ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് കയറാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ വഴി എന്താണെന്ന് വെച്ചാൽ നോക്കുക. ഓക്കെ, ഇത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വൈകും. ICRയുടെ കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ICR അത്ര
സ്മൂത്തായിട്ട് എളുപ്പത്തിൽ സ്പീഡിൽ അങ്ങ് പോകുന്ന പ്രോസസ്സ് അല്ല. വളരെ സ്ലോ ആയിട്ട് ഒരുപാട് ലാഗ് വന്ന് പോകുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ICAR രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ICAR ഇത് നോക്കിക്കൊണ്ട് റിസൾട്ട് വരട്ടെ, കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് അടുത്ത് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിരുന്ന ഒരുപക്ഷെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യത്തില്ല, ആവശ്യത്തിനുള്ള സമയം വീണ്ടും പഠിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ നെക്സ്റ്റ് പരീക്ഷയും വീണ്ടും മാർക്ക് സ്കോർ കുറവാകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും എല്ലാ കോഴ്സുകളും എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് ഫിൽഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലും ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഇതിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും അത് റെഡിയാക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നോർമലൈസേഷൻ്റെ കാര്യം ഞാൻ പറയാം. ഈ വർഷം എന്ത് ചെയ്യുന്നില്ല, നോർമലൈസേഷൻ ഇല്ല. നോർമലൈസേഷൻ ഇല്ലാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ സ്കോർ കാർഡ് കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, അതിൻ്റെ അകത്ത് എന്തില്ല, പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല, ഈ പ്രാവശ്യം കാണിക്കുന്നില്ല. കഴിഞ്ഞ വർഷം പെർസെൻറ്റൈൽ ഉണ്ടായിരുന്നു, ഈ വർഷം എന്തുകൊണ്ട് പെർസെൻറ്റൈൽ ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം എക്സാം പല പല ഫേസുകൾ പല പല സ്ഥലങ്ങളിലായിട്ട് പല പല ദിവസങ്ങളിലായിട്ടൊക്കെയാണ് നടത്തിയത്. ഒറ്റ ദിവസം ഒരേ സ്ഥലത്ത് നടത്തിയ എക്സാം അല്ല. പക്ഷേ ഈ പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം കൂടെ ഒരു സിംഗിൾ ഡേ ആയിട്ട് നടത്തിയ എക്സാംസ് ആയിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും, എല്ലാത്തിനും കൂടെ ഒറ്റ സ്കോറേ വരത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പല പല സ്ഥലത്ത് പല പല രീതിയിൽ നടത്തിയത് കൊണ്ട് തന്നെ അതിന്റെ ആവറേജ് എടുത്തിട്ട് ആ രീതിക്കാണ് എന്ത് ചെയ്യുന്നത്, പെർസെൻറ്റൈൽ പറയുന്നത്. അങ്ങനെ പെർസെൻറ്റൈൽ വെച്ചിട്ട് 90% കുട്ടികളാണെങ്കിൽ അതിന്റെ അടിയിൽ ആ കുട്ടിക്ക് താഴെ 90% കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിക്ക് താഴെയാണെന്നുള്ള അനുമാനത്തിൽ എത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും, കഴിയും. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് അങ്ങനെ കഴിയത്തില്ല. അതോടൊപ്പം തന്നെ റാങ്ക് ലിസ്റ്റും ഇതുവരെ പബ്ലിഷ് ആയിട്ടില്ല. റാങ്ക് ലിസ്റ്റ് എപ്പോൾ വരും? നമ്മുടെ ICAR വെബ്സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് ലിസ്റ്റ് വരുന്നതായിരിക്കും. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ കാണാം. നമുക്കിപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് നമുക്ക് വരാം. നമ്മുടെ BSc അഗ്രികൾച്ചർ ആഗ്രഹിക്കുന്ന കുട്ടികൾ മെയിനായിട്ട് ICAR എഴുതുന്ന ICAR രജിസ്റ്റർ ചെയ്ത കുട്ടികൾ എല്ലാം തന്നെ BSc അഗ്രികൾച്ചറിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ, അപ്പം അതിലോട്ട് ഓരോ കാറ്റഗറിയിലും എന്താണ് കട്ട് ഓഫ് എന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിൽ കാണാം. ഓൾസോ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഇതേപോലത്തെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി അങ്ങോട്ട് ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ BSc അഗ്രികൾച്ചറുടെ കാര്യം പറയുകയാണെങ്കിൽ, ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം, ഈ ഒരു സ്കോറിന് താഴെ കിട്ടത്തില്ല എന്ന് ഞാൻ എന്ത് ചെയ്തില്ല, പറയത്തില്ല. ഇത് ജസ്റ്റ് നിങ്ങളുടെ സേഫ് സ്കോർ ആണ്. ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സ് 4th റൗണ്ടിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ ജനറൽ കാറ്റഗറി 320+ ആയിരിക്കും. EWSന്റെ കാര്യം പറയുകയാണെങ്കിൽ 310 വരെ മാർക്ക് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ എന്ന് പറയാം. അതേപോലെ തന്നെ OBC കാറ്റഗറിയിലും 310 വരെ മാർക്കുള്ളവർക്ക് ലഭിക്കാവുന്നതാണ്. SC STയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, SCക്കും STക്കും റിസർവേഷൻസ് ഉണ്ട്. അപ്പം അവർക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടെ കട്ട് ഓഫ് കുറയും. 270യും 245 വരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, BSc അഗ്രിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ഹോർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഹോർട്ടിക്കൾച്ചറിന് ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ 290. ഓക്കെ, ഞാൻ ഇപ്പോഴും പറയാം, 290 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 270 വരെയും 260 വരെയൊക്കെ എന്ത് ചെയ്യാം, മോപ്പപ്പിൽ കയറാം. ഓക്കെ, ഇത് കയറത്തില്ല എന്ന് ഞാൻ എന്ത് ചെയ്തില്ല, ഒരിക്കലും പറയത്തില്ല, കയറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള ഡേറ്റാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയത്തുള്ളൂ. നെക്സ്റ്റ് EWSന്റെ കാര്യം പറയുകയാണെങ്കിൽ 285 വരെയൊക്കെ എന്ത് ചെയ്യാൻ കയറാനുള്ള ചാൻസ് ഉണ്ട്. OBCയിലും വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല. ഈ ഒരു കോഴ്സുകൾക്ക് OBC EWS തമ്മിൽ വലിയ വ്യത്യാസം ഒന്നും വരത്തില്ല. SCയുടെ കാര്യം പറയുകയാണെങ്കിൽ 260യും STയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 200+ വരെ ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. ധൈര്യമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ, നിങ്ങൾക്ക് നല്ല ചാൻസ് ഉണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാം. അതിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടേക്കുക. വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ സൈഡ് ബൈ സൈഡ് റെഡി ആയിക്കൊണ്ടിരിക്കുക. കോച്ചിങ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയും. ഫിഷറീസിന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓൾസോ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഇതിൽ ഏറ്റവും ലോ സ്കോറുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സിന് ചേരണം, കോഴ്സ് ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓൾസോ ആ കോഴ്സിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോസിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോ എന്ത് ചെയ്യാം, ഒരുപാട് ലെങ്തി ആയി മാറും. നമ്മുടെ ഫിഷറീസിന്റെ സ്കോർ കട്ട് ഓഫ് പറയുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 270 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ജനറലിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, 280 ഒക്കെ ഉണ്ടെങ്കിൽ ജനറലിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 275 ഒക്കെ വരികയാണെങ്കിൽ EWSും 265 to 270 ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് OBCക്കും കഴിയും. നെക്സ്റ്റ് SCക്ക് പറയുകയാണെങ്കിൽ 200+ എന്ത് ചെയ്യും, ഫിഷറീസിന് കയറും.
ST ആണെങ്കിലും 160 to 180 നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത് കറക്റ്റ് റാങ്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് എത്ര റാങ്ക് വരെ കയറുമെന്ന് എന്ത് ചെയ്യും, ഞാൻ കറക്റ്റായിട്ട് പറയാം. അതിൽ നമുക്ക് ഡൗട്ട്സ് ഇല്ല. എന്തെന്നാൽ കറക്റ്റായിട്ട് എത്ര വരെ കയറുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. സ്കോർ ആകുമ്പോൾ നമുക്ക് എത്ര കുട്ടികൾക്ക് ഏത് സ്കോർ കിട്ടിയെന്ന് എന്ത് ചെയ്യും നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോളിൽ അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ റേഞ്ച് വെച്ചിട്ട് 200 to 500ന്റെ ഇടയിലാണ് മാക്സിമം കുട്ടികൾ വരുന്നത്. ഓക്കെ, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇതിലെത്തുന്നത്. അങ്ങനെ ജസ്റ്റ് ഏതെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കട്ട് ഓഫ് റെഡിയാക്കുന്നത്. നമ്മുടെ ഫോറസ്ട്രിയുടെ കാര്യം പറയുവാണെങ്കിൽ, ഫോറസ്ട്രി നമുക്ക് അറിയാം, PCBയും ABC എഴുതിയ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഫോറസ്ട്രിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ജനറൽ കാറ്റഗറിയുടെ കാര്യം പറയുവാണെങ്കിൽ 300+ സ്കോർ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ജനറൽ കാറ്റഗറിയിൽ കിട്ടാൻ സേഫ് ആണ്. EWSന്റെ കാര്യം പറയുകയാണെങ്കിൽ 280+ ഉള്ളവർക്ക് EWSയിൽ കയറാം. 280+ ഉള്ളവർക്ക് തന്നെ OBCയിലും കിട്ടും. ആൻഡ് 260+ ഉള്ളവർക്ക് ഫോറസ്ട്രി കിട്ടാം. ആൻഡ് 225+ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഫോറസ്ട്രി ST കാറ്റഗറിക്ക് കിട്ടാവുന്നതാണ്. നെക്സ്റ്റ് ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, PCM എഴുതിയ കുട്ടികൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. ബിടെക് കോഴ്സുകൾ ബയോടെക്നോളജി ഒഴിച്ച് ബാക്കിയുള്ള ബിടെക് കോഴ്സുകളിലൊക്കെ എന്ത് ചെയ്യാം, PCM എഴുതിയ കുട്ടികൾക്കാണ് കൂടുതലും PCM എഴുതിയ കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാനുള്ള ചാൻസസ് ഉള്ളത്. ജനറൽ കാറ്റഗറിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് 270+ മാർക്കുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിന് കയറാം. EWSന്റെ കാര്യം പറയുവാണെങ്കിൽ 265 ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. OBCയുടെ കാര്യം പറയുകയാണെങ്കിൽ 260 to 270 എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓൾസോ SC/STയുടെ കാര്യം പറയുകയാണെങ്കിൽ 200+ ആൻഡ് ST 180+ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് അഡ്മിഷൻ കിട്ടാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓൾസോ നമ്മുടെ കൗൺസിലിങ്ങിന്റെ കാര്യം നിങ്ങൾക്ക് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്പർ കാണാൻ കഴിയും. ആ വാട്സപ്പിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. നെക്സ്റ്റ് ഡയറി ടെക്നോളജിന്റെ കാര്യം പറയുകയാണെങ്കിൽ 260+ മാർക്സ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറി ടെക്നോളജിയിൽ ചാൻസ് ഉണ്ട്. EWSയിലും 255, OBCയിലും 255 ഓൾമോസ്റ്റ് ആയിരിക്കും. SCയിൽ പറയുകയാണെങ്കിൽ 170യും ആൻഡ് STയിൽ പറയാം 150 to 160 വരെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ST കാറ്റഗറിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ബയോടെക്കിന്റെ കാര്യം പറയാം. ബയോടെക്നോളജി അഗ്രികൾച്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു കോഴ്സ് ബയോടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബയോടെക്നോളജിന്റെ ഇതിന്റെ എണ്ണം, അതായത് കട്ട് ഓഫിന്റെ ഇത് കൂടും. ഓക്കെ, നോർമലി സാധാരണ കുറയേണ്ടതായിരുന്നു, പക്ഷെ ബയോടെക്നോളജിക്ക് ഇപ്പോൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കട്ട് ഓഫ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ജനറൽ കാറ്റഗറിയിൽ നമുക്ക് 300 സ്കോർ എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യം വരും. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തുള്ളൂ, ബയോടെക്നോളജി ജനറൽ കാറ്റഗറി കിട്ടത്തുള്ളൂ. EWSന്റെ കാര്യം പറയുകയാണെങ്കിൽ 280+ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സ്വാഭാവികമായിട്ടും കിട്ടാവുന്ന ചാൻസ് ഉണ്ട്. OBCയുടെ കാര്യം പറയുകയാണെങ്കിലും 280+ ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടാം. SC 260 ആണ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് STയുടെ കാര്യം പറയുക 240+ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോടെക്നോളജിക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഫുഡ് ടെക് ആൻഡ് ന്യൂട്രീഷന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ഫുഡ് ടെക്നോളജിയുടെ നമുക്ക് സീറ്റ്സ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറവാണ്. ഓൾമോസ്റ്റ് 78 സീറ്റ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഫുഡ് ടെക്നോളജിയിൽ നമുക്ക് ഓരോ വർഷവും നമ്മൾ ഇൻടേക്ക് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും കട്ട് ഓഫ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ജനറൽ കാറ്റഗറിയുടെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് 300+ എന്ത് ചെയ്യണം, ഫുഡ് ടെക്നോളജിക്ക് വേണം. ഇവിടെ സീറ്റ്സ് കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കട്ട് ഓഫ് ഇത്രയും കൂടുന്നത്. EWSന്റെ കാര്യം പറയുവാണെങ്കിൽ 290+ഉം OBCയുടെ കാര്യം പറയുന്നത് 285+ ആൻഡ് SC/STയുടെ കാര്യം പറയുകയാണെങ്കിൽ 250+ഉം 275+ ഒക്കെയാണ് നമ്മൾ 225+ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, STക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഇത് ഫുഡ് ടെക്നോളജിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ആൻഡ് സോറി ഫുഡ് ടെക്നോളജി, ഓക്കെ, ഫുഡ് ടെക്നോളജി അല്ല ഞാൻ ഇത് പറഞ്ഞ സ്കോർ, ഫുഡ് ന്യൂട്രീഷന്റെ കാര്യമാണ് പറഞ്ഞത്. ഫുഡ് ടെക്നോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി 270+ഉം EWSന്റെ കാര്യം 260+ഉം OBCക്ക് 260+ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. SCക്ക് 200ഉം STക്ക് 160 to 180 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുഡ് ടെക്കിന് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സിന്റെ കാര്യം ഞാൻ പറയാം. ഫുഡ് ന്യൂട്രീഷൻ ആണ് ഞാൻ പറഞ്ഞതുപോലെ 78 സീറ്റ്സ് ഉള്ളത്. ഓക്കെ, ഇതിൽ ജനറൽ കാറ്റഗറിക്ക് പറയുകയാണെങ്കിൽ 300+ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് ന്യൂട്രീഷനും. EWSന്റെ കാര്യം 290+, OBC 280+, 285+ ആൻഡ് SC/STക്ക് പറയുകയാണെങ്കിൽ 250
ആൻഡ് 225+ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫുഡ് ന്യൂട്രീഷന് വേണ്ടി പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി സയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ലോ സ്കോറുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ലോ സ്കോറുള്ള കുട്ടികൾക്ക് ഈ വർഷം അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി സയൻസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. കമ്മ്യൂണിറ്റി സയൻസിൽ ഒരിക്കൽ കട്ട് ഓഫ് കുറയാൻ കാരണം കുട്ടികൾക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. ഈ കോഴ്സും അതിന്റെ ബാക്കിയുള്ള സ്കോപ്പും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നില്ല, കുട്ടികൾക്ക് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് മെയിൻ കാരണം എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നില്ല, ഒട്ടും മോശമായിട്ടുള്ള കോഴ്സ് അല്ല, അത്യാവശ്യം നല്ലൊരു കോഴ്സ്. ഇയർലി എന്ത് ചെയ്യുന്നുണ്ട് 2 to 8 lakhs വരെ ഒരു ബിഗിനറിന് ഇയർലി വാങ്ങിക്കാനുള്ള അത്രയും സ്കോപ്പുള്ള ഒരു കോഴ്സ് തന്നെയാണ് കമ്മ്യൂണിറ്റി സയൻസ് എന്ന് പറയുന്നത്. അതിന്റെ കട്ട് ഓഫ് നമുക്ക് നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം, തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ ഓരോ കോഴ്സിനും ഉള്ള ബെനിഫിറ്റ്സ്, ഓരോ കോഴ്സിനുള്ള സ്കോപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ജനറൽ കാറ്റഗറിയുടെ കാര്യം പറയുകയാണെങ്കിൽ 200+ ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം മോപ്പപ്പിൽ 180+ മാർക്കുള്ള കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിറ്റി സയൻസ് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമ്മുടെ കൗൺസിലിങ്ങിലൂടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. EWSന്റെ കാര്യം പറയുകയാണെങ്കിൽ 190 to 200 എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. OBCയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 190+ ഒക്കെ എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാം. SC/STയുടെ കാര്യം പറയുകയാണെങ്കിൽ 150ന്റെ മുകളിലുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യാം, SCയിലും. ST ആണെങ്കിൽ 120യുടെ മുകളിലുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിറ്റി സയൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു നാച്ചുറൽ ഫാമിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സുകളുണ്ട്. അതിന്റെ കട്ട് ഓഫിന്റെ കാര്യം നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് നമുക്ക് ഒരു ഊഹം കിട്ടുന്നില്ല. എന്നാൽ ആ കോഴ്സുകളോട് പ്രിഫർ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ്. പുതിയതായിട്ട് കഴിഞ്ഞ വർഷം ആഡ് ചെയ്ത കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് നമുക്ക് എത്ര വരുമെന്ന് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ഇതിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ഡീറ്റെയിൽ നമുക്ക് പിന്നീട് അറിയുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളെ അറിയിക്കാം. ഇതേപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.